ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ കണ്ണൻകുട്ടിയുടെ ഈ ഹാപ്പിനെസ് നോക്കണ്ട കേട്ടോ. അവന് കാലിൽ നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നേ. പെയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇല്ല, ചില പൊസിഷനിലൊക്കെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ട് ഞങ്ങളത് കാണിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ കണ്ണന് ഒരു 2 വർഷം മുൻപ് 2-3 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു, കണ്ണന് കാലിലൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മസിൽ ലൂസാക്കി ഇടാനായിട്ടുള്ളൊരു സർജറി ആയിരുന്നു. ഭയങ്കര ടൈറ്റായിട്ട് കാല് ക്രോസായിട്ട് പോകുന്നത് കൊണ്ട് ആ മസിൽസ്, 2 ഭാഗത്തെ മസിൽസ് ഒന്ന് ലൂസാക്കി ഇടാനായിട്ട് നമ്മളൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു ചെയ്തത്, ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു അത് ചെയ്തത്. അപ്പോൾ അവിടുത്തെ തന്നെ ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി. ഡോക്ടർക്കാകുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ണൻ്റെ അറിയുന്നതാണ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറിനെ തന്നെ കാണിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രാവിലെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഒരുപാട് പേഷ്യൻസ് ആണ് ഡോക്ടർക്ക്. അപ്പോൾ സാറിനെ കാണാനായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഇപ്പോഴൊന്നും കാണുന്നുണ്ടാവില്ല. 46 അങ്ങാണ്ടായിരുന്നു നമ്പർ, അത്രയധികം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും തന്നെ നമുക്ക് അറിയാം. അപ്പം ഞാനവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അറിയുന്നത്, ആളുടെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ നമ്മൾ പരിചയമുള്ളത്. അപ്പോൾ കണ്ടപ്പോഴേക്കും വേറെ റൂമിൽ കൂടെ നമ്മളെ ഉള്ളിലേക്ക് കയറ്റി കണ്ണനെ. അപ്പോൾ എപ്പോൾ വിചാരിച്ചു കുറച്ച് നേരത്തെ പറയാമായിരുന്നു എന്ന് കരുതി. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ പിന്നെ അതിൽ കാര്യമുണ്ട്. പിന്നെ കണ്ണനും വിശന്ന് തുടങ്ങി, ഒരുപാട് ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കണ്ണനും ഞാനിപ്പോൾ നേരത്തെ വേഗം വരാം എന്നുള്ളതിൽ പോയപ്പോൾ കണ്ണന് ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണനും വിശന്നിട്ട് ആകെ ആൾ പ്രശ്നമൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വേഗം ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സ്റേ എടുത്ത് നോക്കിയാലാണല്ലോ ഇതിന് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ കണ്ണന് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ കണ്ണൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആൾക്ക് പേടിയാണ്. നമ്മൾ എക്സ്റേ എടുക്കാനായിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തന്നെ ബെഡിൽ കിടത്തുമ്പോൾ അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ജൂബിലിയിലൊക്കെ വെച്ചിട്ട് ഈ കഫക്കെട്ടൊക്കെ വന്നിട്ട് നമ്മൾ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ കണ്ണന് മാല ഉരുന്നതായിരുന്നു പ്രശ്നം. ഞാൻ പറയാറുണ്ടല്ലോ, അവൻ്റെ മാല ഉരുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഏലസൊക്കെ പൂജിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏലസൊക്കെ എടുക്കാനായിട്ട് മാല ഊരുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്തായത് കാരണം വേറെ ഒന്നും ഊരണ്ട. ഞാൻ ആ ട്രൗസർ മാത്രമേ ഊരിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ഒരു വള്ളി വരുന്നത് കാരണേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് നമ്മളുടെ ഡോക്ടർ പറയുന്നുണ്ട് കണ്ണനെ ഒന്നൊരു ഓർത്തോ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഞങ്ങൾ പോയത്, ഹോസ്പിറ്റലിൽ ഇന്നലെയാണ് പോയത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ആൾക്ക് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ചില പൊസിഷനിലൊക്കെ എടുക്കുമ്പോഴൊക്കെ ഒരു ഞെട്ടൽ, ഒരു പെയിൻ പോലെയൊക്കെ ഇങ്ങനെ കാണിക്കും. പിന്നെ കാല് നമ്മൾ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നൊക്കെ എടുത്തുമ്പോഴൊക്കെ ചിലപ്പോൾ ആൾ തന്നെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് താഴേക്ക് ആക്കാൻ സമ്മതിക്കില്ല, പാമ്പർ ഇടാൻ സമ്മതിക്കില്ല, ഭയങ്കര പെയിൻ കാണിക്കുക. അപ്പോൾ ആദ്യം ഞാൻ കരുതിയിരുന്നത് ഇങ്ങനെ ക്രോസ് ആക്കിയൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അവന് എന്തോ കാര്യമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടെന്ന്. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ പറഞ്ഞത് പ്രകാരം ഇന്നലെ ഓർത്തോനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് നമ്മൾ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു, മസിലൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 വർഷം മുൻപാണ് കേട്ടോ അത്. അന്ന് ഇവിടെയും ഈ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളന്ന് സർജറി ചെയ്തിട്ട് മസിൽ ലൂസാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മസിൽ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നും മറ്റേ അഡാപ്റ്റർ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അഡാപ്റ്റർ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മൾ തന്നെ ഒരു കുറച്ച് നാൾ നമ്മളുടെ കൈയും കാലൊക്കെ എനക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിലോട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളും മാറും. അപ്പോൾ നമ്മൾ ആ കംഫർട്ടബിളായിട്ടുള്ള ഇതിലേ നമ്മൾ വെക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ശരിക്കുള്ള രീതിയിലോട്ട് നമുക്ക് വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ മക്കൾക്കാണെങ്കിലും അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഇപ്പോൾ കണ്ണനാണെങ്കിൽ കൈ എപ്പോഴും ഇങ്ങനെ പിടിക്കുകയുള്ളൂ, അവന് വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. പക്ഷേ അവന് അങ്ങനെ കിടക്കുമ്പോഴാണ് സുഖം. അല്ലെങ്കിൽ കാലാണെങ്കിൽ ആൾക്ക് ക്രോസ് ചെയ്ത് വെക്കുമ്പോഴാണ് സുഖം. അവന് സുഖം അതാണ്. അപ്പോൾ അങ്ങനെ തന്നെ വെക്കണു, അങ്ങനെ തന്നെ വെച്ച് അങ്ങനെ തന്നെ ആയി പോകുന്നതാണത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ അതുപോലെ നടുവിൻ്റെ എല്ലൊക്കെ വളഞ്ഞു പോകുന്നത്, ഞാനൊക്കെ ആദ്യം കരുതിയിരുന്നത് നടുവിൻ്റെ എല്ലൊക്കെ വളഞ്ഞു പോകുന്നതിന് കാരണം നമ്മൾ ഇരുത്തുമ്പോഴൊക്കെ വളച്ച് ഇരുത്തുന്നത് കൊണ്ടാണെന്നൊക്കെയാണ്. നമ്മളുടെ മണ്ടത്തരാണ് കേട്ടോ.
ശരിക്കും കിടന്നാണ് നടുവിൻ്റെ എല്ലൊക്കെ വളഞ്ഞു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കെന്ന് പറയുന്നത് കണ്ണമോനെ പോലെയുള്ള ഉണ്ണികളുടെ അമ്മമാർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ വലുതായി കൊണ്ടിരിക്കും തോറും നമ്മൾ കുഞ്ഞുവാവകളായിട്ട് നോക്കാതിരിക്കുക. അവർക്ക് അത്ര ഏജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇവനെയൊക്കെ ഇപ്പോഴും കല്യാണിനേക്കാളും കുഞ്ഞി തന്നെ കാണാൻ അല്ലേ. അപ്പോൾ നമ്മൾ അവർക്ക് ഏജ് കൂടുന്തോറും നമ്മളിപ്പോൾ 10 വയസ്സായ കുട്ടിയാണെന്ന് നമ്മൾ മനസ്സിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനൊക്കെ ഇപ്പോഴും അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഞാനിപ്പോഴും കുഞ്ഞുണ്ണികളെ നോക്കുന്നത് പോലെ തന്നെയാണ് കണ്ണനെ നോക്കുന്നത്. അത് നമ്മളുടെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പോസിറ്റീവ് ഗുണമാണ് അതെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നമ്മളെ നെഗറ്റീവാണത്. കാരണം ഒരു ഭാഗത്തിപ്പോൾ നമ്മൾ കുഞ്ഞുണ്ണിനെ പോലെ നോക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട്, അതൊക്കെ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇവർക്ക് നെഗറ്റീവായിട്ടാണ് ബലം വരുന്നത്. നമ്മൾ കുഞ്ഞുണ്ണികളെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പാപ്പം ചെയ്ത് കൊടുത്ത് കുഞ്ഞുണ്ണികളെ ബെഡിലൊക്കെ ഇങ്ങനെ വിരിച്ചൊക്കെ കെടുത്തി അങ്ങനെയൊക്കെ ആക്കുമ്പോഴേ ഇവർക്ക് ഒരു മടി എന്ന് പറയുന്ന സാധനം വരികയാണ്. അതോടൊപ്പം തന്നെ എപ്പോഴും കെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവുമ്പോൾ അവരുടെ ബോഡിക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ വരികയാണ്. നമ്മളെപ്പോഴും കിടത്തിന് ഇരുത്തുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നടുവിന് ബലം കിട്ടാതെ വരുന്നു. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പറ്റിപ്പോയിട്ടുള്ള ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ നാൾ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിൽ അമ്മ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെയിൻ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽക്ക് വാശി കരച്ചിലിടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അല്ലാതെ തന്നെ ഒരുപാട് വേദനകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് നിർബന്ധിപ്പിച്ചിട്ട് വേദന കൂട്ടുണ്ടായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് ചിലപ്പോൾ നിന്ന് കൊടുക്കും. ശരിയാവും, കരയില്ല, അഡാപ്റ്റർ ഇടണ്ട. അതുപോലെ ഗേറ്റേഴ്സ് ആണെങ്കിലും സ്പ്ലിൻ്റ് ആണെങ്കിലും ഒക്കെ അവന് ഇഷ്ടമല്ലല്ലോ, അവൻ കരയുന്നല്ലേ. അപ്പോൾ എന്തിനാ നമ്മളിനി അവന് വേദന കൂട്ടി കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇടാതിരിക്കും. അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പെയിൻ പിന്നെ ഭാവിയിൽ കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അവർ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രോസ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ അവനൊരു പെയിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചാണെങ്കിലും അവരെ വിഷമിപ്പിച്ചിട്ടാണെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ നോക്കണ്ട. അപ്പം ഞാൻ അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ് പലപ്പോഴും അവനെ വേദനിപ്പിക്കാത്ത രീതിയിൽ. അപ്പോൾ എന്നോട് എല്ലാവരും വീഡിയോയിലും കമൻറ്റുകളൊക്കെ വരാറുണ്ട്, കണ്ണനെ വേദനിപ്പിക്കില്ലേന്ന്. അപ്പോൾ അങ്ങനെ ഒരു ക്രൂരയായിട്ടുള്ള അമ്മയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതല്ല ക്രൂരത. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊച്ചു വേദന ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ 2 ഹിപ്പും ഡിസ്ലൊക്കേഷനായിട്ട് തന്നെ ഇരിക്കുന്നത്. അവിടുത്തെ എല്ലുകൾ സ്ഥാനം തെറ്റിപ്പോയിട്ടുണ്ട്. അതിനിപ്പോൾ വലിച്ചിടാമെന്ന് വെച്ച് വലിച്ചിട്ട് കഴിഞ്ഞാലും അതങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവർ ഇങ്ങനെയുള്ള ഉണ്ണികൾക്ക് അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ തിരികെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള കാര്യമല്ല അത്. മുൻപ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെയിനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങനെ 2 കാലിനും അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ മാനസികമായിട്ടൊരു വിഷമം തോന്നി കേട്ടോ. വിഷമം അങ്ങനെ നമ്മളില്ല, കുറേ അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ ഉണ്ണികൾക്കൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ ഒരു ഓർത്തോൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ എന്ന് പറയുന്നത് അതങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്കതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ വലിച്ചിട്ടാലും ആ വലിച്ചിടുന്ന പെയിൻ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്, പിന്നെയും അത് തിരികെ ഇങ്ങനെ തന്നെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 കാലിലും ആ ഒരു ഡിസ്ലൊക്കേഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും, നല്ല രീതിയിൽ അതിൻ്റെ ഒരു പെയിൻ ഉണ്ട്. പക്ഷെ നമുക്കതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നല്ല പെയിൻ കാണിക്കുമ്പോൾ പെയിൻ്റെ മെഡിസിൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര ദിവസം അവനെ ഇങ്ങനെ ബലം പിടിക്കുന്നതൊക്കെ കാണുമ്പോഴും ഞെട്ടുന്നതൊക്കെ കാണുമ്പോഴും കണ്ണ നീ പേടിക്കൊണ്ടാണ് നീ അങ്ങനെ കാണിക്കുന്നത്, അങ്ങനെ കാണിക്കല്ലേടാ കണ്ണാന്നൊക്കെ പറഞ്ഞ്
കുഞ്ഞിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്കറിയാം അവൻ്റെ പേടി കൊണ്ടൊന്നുമല്ല, അവന് പെയിൻ ഉണ്ട്. അതങ്ങനെ കാണിക്കുമ്പോൾ അവന് പെയിൻ ഉണ്ട്. പക്ഷെ ഞാൻ പതുക്കെയൊക്കെ കാണിക്കുമ്പോൾ ആൾ ചിരിച്ചൊക്കെ തള്ളു കേട്ടോ. അല്ലേ കണ്ണ? അല്ലേ കണ്ണ? ഇന്നലെ എക്സ്റേ എടുക്കാനായിട്ട് കിടന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നേ, അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ല, ഒരുപാട് ചെറിയ ടെൻഷൻസ് ആണെങ്കിൽ ഒരുപാട് കുഞ്ഞു ടെൻഷനുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഡൈൻ മൈ ലൈഫൊക്കെ എടുത്തിടണമെന്ന് വീഡിയോസുകളൊക്കെ കുറേ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. വ്യൂ ഒക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് കയറട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അല്ലേ കണ്ണാപ്പിയെ? അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഈ ഒരു ടൈമിലാണ് എനിക്ക് അവന് എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടാറുള്ളത്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് എനിക്ക് അവൻ എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടാറുള്ളത്. ഈ കുറച്ച് നേരം എക്സസൈസ് ചെയ്ത് ഞങ്ങളൊന്നപ്പോൾ വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത്, അല്ലാതെ എക്സ്ട്രാ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എനിക്ക് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ടൊരു പ്രശ്നമായിരുന്നു അതിങ്ങനെ കേട്ടപ്പോൾ. 2 കാലിലും അങ്ങനെ ഇടുന്നു കാരണപ്പം. അതിപ്പോൾ എന്താ പറയുക, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുമല്ലോ. അതെ, കുറേ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. വെറുതെ നമ്മളുടെ ഹെൽത്തും ഒക്കെ മോശമാക്കാമെന്നല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുക. ചില സമയത്തൊക്കെ നമ്മൾ ഇമോഷണലി ആകെ ഡൗണായി പോകും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്കൊക്കെ എന്താ പറയുക, നമ്മളെപ്പോലെയുള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പല്ലെടുക്കാൻ പോകുന്ന സമയത്ത്, അതുപോലെ അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും നമുക്ക് സ്പെഷ്യൽ ചൈൽഡ് ഉള്ള അമ്മമാർ ഒരുപാട് പല സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് ഡൗണായി പോവാറുണ്ട്. ഞാൻ പക്ഷെ എവിടെ അങ്ങനെ ഡൗണായിട്ട് ആരും കാണിക്കാറില്ല. ഡൗൺ ആവുമെങ്കിൽ കൂടെ ആരും കാണിക്കാറില്ല. പക്ഷേ നമ്മളും ഇങ്ങനെ എന്താ പറയുക, കാലങ്ങൾ കടന്നു പോകുമ്പോഴേ നമ്മൾക്കും അങ്ങനെ സഹനശേഷിയൊക്കെ ചെറുതായിട്ട് കുറയുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ഞാനങ്ങനെ പുറമേ കാണിക്കാറില്ല. എനിക്ക് അത്രയും അടുപ്പുള്ളവരുടെ മാത്രമേ ഞാനത് കാണിക്കാറുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും ഒരു ഹാപ്പിയാണ്, എപ്പോഴും സന്തോഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മളുടെ പുറമേ ഉള്ള നമ്മളുടെ ആ ഒരു ഇതാണ്. അല്ലാതെ അകമേ നമ്മളെപ്പോഴും അമ്മ എന്നുള്ളൊരു ഇമോഷൻസൊക്കെ എപ്പോഴും നമുക്കുണ്ട്. ചില സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോവും, അതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെയൊക്കെ വന്നതിന് ശേഷം എനിക്കിത് കേട്ടപ്പോഴൊക്കെ അത് സ്വാഭാവികമാണ്, എന്ത് ഡിസ്ലൊക്കേഷനൊക്കെ ആവും. പക്ഷെ നല്ല 2 കാലിനും അങ്ങനെയാണ്. അപ്പോൾ അവന് അതിൻ്റേതായ പെയിനുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ നല്ല പെയിനുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ അധികം നീട്ടിക്കൊണ്ട് വന്നില്ലേ, നിർത്താം.